കണ്ണൂർ അഞ്ചരക്കണ്ടിയിൽ ആത്മഹത്യ ചെയ്ത BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ശബ്ദ സന്ദേശവും പുറത്തുവന്നു. താൻ നേരിട്ട അധിക്ഷേപം കൂട്ടുകാരോട് പറയുന്ന ശബ്ദ സന്ദേശമാണ് പുറത്തുവന്നത്. അധ്യാപകൻ വിഡ്ഢി എന്ന് വിളിച്ചെന്നും തന്നെ കൂട്ടമായി ആക്രമിച്ചെന്നും നിതിൻ രാജ് പറയുന്നുണ്ട്. സ്റ്റാഫ് റൂം കൂട്ടാക്രമണത്തിന്റെ ഒരു വേദിയായി മാറുന്നു എന്നാണ് നിതിൻ രാജ് സഹപാഠികളോട് പറയുന്നത്. ആ ഓഡിയോ സന്ദേശം നമുക്കൊന്ന് കേട്ടുവരാം. എന്നെ കുറേ പേര് വിളിച്ചിട്ട് നീ ആൺകുട്ടി, കാരണം ഇത്രയും ബോയ്സിനെ എല്ലാവരെയും പച്ചയ്ക്ക് ഇൻസൾട്ട്. എടാ സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നലെ ഒരു പേരെടുക്കാൻ ഒന്നിനു വേണ്ടിയിട്ടല്ലായിരുന്നു. ഇന്നലെ ശരിക്കും നിങ്ങൾ തന്നെ കണ്ടില്ലേ, ഞാൻ അയാളുടെ ക്ലാസ്സും ശ്രദ്ധിച്ച് അയാൾ പറയുന്ന കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നെ വെറുതെ എണീപ്പിച്ച് നിർത്തിയിട്ട് അമ്മേനെയും കളിയാക്കി, അമ്മയുടെ സർജറിയെയും കളിയാക്കിയിട്ട് അതിന് ശേഷം പറയണ എൻ്റെ 3 മാർക്ക് കുറച്ചെന്ന് പാരൻസിന് പോയി ഇത് കൊടുക്കാൻ, എന്താ സർപ്രൈസായിട്ട് കൊടുത്തേക്കാൻ. കുറേ നടന്നിട്ടുണ്ട്. നമ്മൾ മറ്റേ ഇതിൽ നിന്ന് ഇറങ്ങിയല്ലോ, ഞാൻ സ്റ്റാഫ് റൂമിൽ നിന്ന് ഇറങ്ങിയല്ലോ, അതിനുശേഷം എൻ്റെ അടുത്ത് പറഞ്ഞു യു ആർ ഇഡിയറ്റ് എന്ന് പറഞ്ഞു. പിന്നെ മറ്റേ കൂട്ടത്തോടെ ആക്രമിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ നമ്മുടെ സ്റ്റാഫ് റൂം, എല്ലാം ഒന്നിനൊന്നിനും വെച്ചോ സ്റ്റാഫ് റൂമിലുള്ള അവിടെ കൊണ്ടിട്ടിട്ട് എന്തൊക്കെയാ പറയാൻ നോക്കി. എൻ്റെ അടുത്ത് പറഞ്ഞ് നീ ഗേറ്റിന് പുറത്തിറങ്ങിയാൽ നിൻ്റെ കൈയും കാലും വിട്ടും, നീ കൈ ഇല്ലാണ്ട് നീ പിന്നെ ജീവിക്കേണ്ടി വരും. അതുപോലെ എന്താ ഇൻസൾട്ട്. ഓക്കെ, ഞാൻ ക്ഷമിച്ചു, ഒരു പരിധി വരെ ക്ഷമിച്ചിരുന്നു, അങ്ങറ്റ ക്ഷമിച്ച്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു, ഓരോ കുട്ടികളെയും പേപ്പർ കൊടുത്ത് വായിച്ചു നടന്ന് ചെയ്യിക്കുന്നു, അത് ഓരോ സ്പെല്ലിങ്ങും പറഞ്ഞ്. ഫസ്റ്റ് ആയപ്പോൾ ഞാൻ പൊട്ടിത്തെറിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ ക്ലാസ്സിൽ ഇരിക്കാം. എന്നിട്ട് ഞാൻ അവിടെ പോയിട്ട് പറയുകയും ചെയ്തു, ക്ലാസ്സിൽ 100-ൽ 99 പേരും തൻ്റെ അടിമയായിരിക്കും. മിഥുൻ പിള്ള വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്നും ചേരുന്നുണ്ട്. മിഥുൻ, ഈ ഓഡിയോ സന്ദേശം അങ്ങേയറ്റം ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നതാണ്. കാരണം ജാതീയമായ അധിക്ഷേപം, ഒപ്പം സ്റ്റാഫ് റൂം എന്ന് പറയുന്നത് ഈ കുട്ടിയെ നിരന്തരമായി ഇൻസൾട്ട് ചെയ്യാനുള്ളൊരു വേദിയായി അവിടെ അധ്യാപകരും മറ്റും മാറ്റിയെന്ന് പറയുന്നുണ്ട്. ഒപ്പം ജാതീയമായി അധിക്ഷേപിക്കുന്നു, തെരുവ് പട്ടി എന്ന് വിളിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും ഇതൊക്കെ താങ്ങാനാകാതെ ആണ് ഈ ആത്മഹത്യയിലേക്ക് ഈ നിതിൻ രാജിനെ എത്തിച്ചത് എന്ന കാര്യത്തിൽ ഈ സംശയമില്ല. ഇപ്പോൾ ഇതിൻ്റെ കൃത്യമായ തെളിവാണല്ലോ ഈ ഓഡിയോ ക്ലിപ്പ്. കണ്ണൂർ അഞ്ചരക്കണ്ടിയിൽ ആത്മഹത്യ ചെയ്ത BDS വിദ്യാർത്ഥി നിതിൻ രാജിൻ്റെ ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നത്. താൻ നേരിട്ട അധിക്ഷേപം കൂട്ടുകാരോട് പറയുന്ന ശബ്ദ സന്ദേശം പുറത്തു വരികയായിരുന്നു. അധ്യാപകൻ വിഡ്ഢി എന്ന് എപ്പോഴും വിളിച്ചെന്നും തന്നെ കൂട്ടമായി ആക്രമിക്കുന്ന സ്ഥലമായി സ്റ്റാഫ് റൂം മാറി എന്നും നിതിൻ രാജ് സുഹൃത്തുക്കളോട് പറയുകയാണ്. സഹപാഠികൾക്കിടയിൽ വെച്ച് നിരന്തരമായി താൻ അപമാനിക്കപ്പെട്ടുവെന്നും ഈ ശബ്ദ സന്ദേശത്തിൽ നിതിൻ രാജ് പറയുന്നു. മിഥുൻ പിള്ള വിവരങ്ങളുമായി ചേരുന്നു. മിഥുൻ, ഈ ആത്മഹത്യക്ക് വഴിവെച്ചിരിക്കുന്ന കാരണങ്ങൾ എന്താണ് എന്ന് കൃത്യമായി അക്കമിട്ട് നിരത്തുന്നതാണല്ലോ ഈ ഓഡിയോ ക്ലിപ്പ്. തീർച്ചയായും ഗൗതം, നമുക്കറിയാം ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് നിതിൻ രാജ് എന്ന് പറയുന്ന ദന്തൽ വിദ്യാർത്ഥിയെ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിന്റെ നിലത്ത് വീണ് മരിച്ച് കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അന്ന് തന്നെ ചില ദുരൂഹതകൾ ഉയർന്നിരുന്നു. എന്താണ് മരണകാരണം, അല്ലെങ്കിൽ ഇദ്ദേഹത്തെ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്താണ് എന്നടക്കമുള്ള കാര്യങ്ങളിൽ ദുരൂഹതയും സംശയങ്ങളും അടക്കം നിലനിന്നിരുന്നു. അത് കൂടുതൽ വ്യക്തമാക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ ഈ ഓഡിയോ സന്ദേശങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് അധ്യാപകൻ വിഡ്ഢി എന്ന് വിളിച്ച് അധിക്ഷേപിച്ചു. സ്റ്റാഫ് റൂം എന്ന് പറയുന്നത് കൂട്ടമായി ആക്രമിക്കുന്ന സ്ഥലമാണ് എന്ന് നിതിൻ രാജ് കൂട്ടുകാരോട് പറയുന്നുണ്ട്. അതായത് എല്ലാ അധ്യാപകരും വട്ടം ചേർന്നാണ് ഇത്തരത്തിൽ തന്നെ അധിക്ഷേപിക്കാറുള്ളത് എന്നതിന്റെ സൂചന തന്നെയാണ് നിതിൻ രാജ് ഈ ശബ്ദ സന്ദേശത്തിലൂടെ നൽകുന്നത്. മാത്രമല്ല, വീട്ടുകാരെ കളിയാക്കി സംസാരിച്ചു. ഇന്റേണൽ മാർക്ക് കുറച്ചത് കുടുംബത്തിന് സർപ്രൈസ് നൽകാൻ എന്നും പറഞ്ഞു എന്നാണ് പറയുന്നത്. ഇതുകൂടാതെ തന്റെ കയ്യും കാലും വെട്ടുമെന്ന് അധ്യാപകർ ഭീഷണിപ്പെടുത്തിയെന്നും ഈ നിതിൻ രാജ് തന്റെ സുഹൃത്തുക്കളോട് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഭീഷണിയുടെ ആഴം വ്യക്തമാകുന്നത്, പക്ഷെ അതിനെയൊക്കെ ഈ ഭീഷണിയെയും അധിക്ഷേപത്തെയൊക്കെ വളരെ സമന്വയത്തോടെ അല്ലെങ്കിൽ കൂളായി നേരിട്ട ഒരു രീതിയാണ് ഈ ശബ്ദ സന്ദേശത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. പിന്നെ എന്താണ് ഈ മരണത്തിലേക്ക് നയിച്ചതെന്ന കാര്യത്തിലാണ് സംശയം നിലനിൽക്കുന്നത്. ഏതായാലും ഈ ആക്ഷേപം ഉന്നയിച്ച ആളുകളെയും അല്ലെങ്കിൽ നിതിൻ രാജിന്റെ കൂട്ടുകാരും അടക്കം ഓരോരുത്തരെയും വിളിച്ചു വരുത്തി മൊഴിയെടുക്കാനുള്ള നീക്കത്തിലേക്ക് പോലീസ് പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്.
കൃത്യമായി ഈ സഹപാഠികളുടെ അടക്കം മൊഴിയെടുത്താൽ മാത്രമേ എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിലൊരു വ്യക്തത വരികയുള്ളൂ. ഇപ്പോൾ അത്തരം നടപടിയിലേക്ക് പോലീസ് കടക്കുന്നു എന്നാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് മനസ്സിലാകുന്ന വിവരം. ഗൗതം. ഓക്കെ മിഥുൻ, തുടരുക. ഒപ്പം നിതിൻ രാജിൻ്റെ ഭൗതികദേഹം ഇപ്പോൾ തിരുവനന്തപുരത്ത് നെടുമങ്ങാട്ടെ വസതിയിൽ എത്തിച്ചിട്ടുണ്ട്. അവിടെ വളരെ വിഷമമുണ്ടാക്കുന്ന ആരുടെയും മനസ്സിൻ്റെ കരളലിയിപ്പിക്കുന്ന രീതിയിലുള്ള കാഴ്ചകൾ അവിടെ നിന്നും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ